ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കുഴൽ ഏതാണ്? ഉത്തരം ഇഫറൻ്റ് വെസൽ. ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കുഴൽ ഏത്? ഉത്തരം ഇഫറൻ്റ് വെസൽ. ഇന്ത്യ പുറത്തിറക്കിയ ജനിതകമാറ്റം വരുത്തിയ DDR-ധൻ 100 കമല ഏത് ഇനമാണ്? ഉത്തരം നെല്ല്. ഇന്ത്യ പുറത്തിറക്കിയ ജനിതകമാറ്റം വരുത്തിയ DDR-ധൻ 100 കമല ഏത് ഇനമാണ്? ഉത്തരം നെല്ല്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കപ്പെടുന്ന രോഗമേത്? ഉത്തരം മലേറിയ. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കപ്പെടുന്ന രോഗമേത്? ഉത്തരം മലേറിയ. ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഹാലോഫൈറ്റുകൾ. ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഹാലോഫൈറ്റുകൾ. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമേത്? ഉത്തരം ജീവകം ഇ. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമേത്? ഉത്തരം ജീവകം ഇ. യൂറിയയുടെ നിർമ്മാണം ശരീരത്തിൽ എവിടെ വെച്ച് നടക്കുന്നു? ഉത്തരം കരൾ. യൂറിയയുടെ നിർമ്മാണം ശരീരത്തിൽ എവിടെ വെച്ച് നടക്കുന്നു? ഉത്തരം കരൾ. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമേത്? ഉത്തരം ജീവകം B2. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമേത്? ഉത്തരം ജീവകം B2. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉത്തരം ലൈസോസൈം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉത്തരം ലൈസോസൈം. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഒരു ഉദാഹരണം? ഉത്തരം രക്തം. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഒരു ഉദാഹരണം? ഉത്തരം രക്തം. മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകമേത്? ഉത്തരം ജീവകം ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകമേത്? ഉത്തരം ജീവകം ഇ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഓക്സിറ്റോസിൻ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഓക്സിറ്റോസിൻ. കേൾവിക്ക് സഹായകമാകുന്ന ആന്തരകർണത്തിലെ ഭാഗമേത്? ഉത്തരം കോക്ലിയ. കേൾവിക്ക് സഹായകമാകുന്ന ആന്തരകർണത്തിലെ ഭാഗമേത്? ഉത്തരം കോക്ലിയ.